ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയാണ്, എല്ലാവരും സൂക്ഷിക്കുക. ഇവിടെ എറണാകുളത്ത് ഓൾറെഡി യെല്ലോ അലർട്ടാണ്. മാക്സിമം യാത്ര ചെയ്യുമ്പോൾ പുറത്ത് പോകുമ്പോഴേക്ക് സൂക്ഷിക്കുക. മരങ്ങളൊക്കെ കാറ്റിൽ ഒലഞ്ഞ് കടവഴി വീഴാൻ സാധ്യതയുണ്ട്. കൂടാണ്ട് ഇലക്ട്രിക് കമ്പികളൊക്കെ സൂക്ഷിക്കുക, പൊട്ടി വീണ് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും. എല്ലാവരും മാക്സിമം സൂക്ഷിച്ച് ട്രാവൽ ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ പറയാൻ വന്നതേ ഒരു കാര്യമാണ്, ഒരു ചെറിയൊരു സംഭവം. ഞാനത് കുറേ പ്രാവശ്യമായിട്ട് ആ വീഡിയോ കണ്ടു. സോ അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ വൈറൽ താരം രേണുസുതി ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് മല്ലു പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ 2 കുട്ടികൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും അവരെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും, ശരിക്കും ചിരിച്ചു പോകും. അതേ രീതിയിലുള്ള അഭിനയങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അപ്പം അത് രേണുസുതിയെ അനുകരിക്കുകയാണെന്നുള്ള ഇതിൽ രേണുസുതി ആ വീഡിയോ കണ്ടിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് അവരെ ശരിക്കും തെറി പറയണ ഞാൻ കേട്ടു, വഴക്ക് പറയണ കേട്ടു. അവരെ കൈ കിട്ടി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഇവന്മാർക്കൊന്നും ഒരു പണിയും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് അത് കേട്ടിട്ട് രേണുസുതിയോട് പറയാനുള്ളതേ മറ്റൊന്നുമല്ല, രേണുസുതിയെ നമ്മളെല്ലാവരും സഹിക്കുന്നുണ്ടല്ലോ. രേണുസുതി ചെയ്യുന്ന കോപ്രായങ്ങളും രേണുസുതി പിന്നെ രേണുസുതിയുടെ കൂടെ ഇപ്പം അഭിനയിക്കുന്നവരും ഒക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ട് നമ്മൾ സഹിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന അനുകരണമാണ്. ഇപ്പം രേണുസുതി വൈറലായ ഒരു വീഡിയോ തന്നെ മറ്റൊരു സിനിമയുടെ പാട്ടെടുത്തിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഞാനടക്കം റീൽസ് ചെയ്യാറുണ്ട്, ഞാനും അനുകരിച്ചിട്ടാണ് ചെയ്യുന്നത്. പല പാട്ടുകളും എടുത്ത് കോപ്പി ചെയ്തിട്ടാണ് റീൽസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് മല്ലു പേപ്പറിലെ ആൾക്കാരും ആ 2 കുട്ടികളും രേണുസുതിയുടെ വീഡിയോസ് എടുത്ത് ചെയ്യുന്നത്. അതിനെ അങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ ഇത്ര പൊട്ടിത്തെറിച്ച് അവരെ വഴക്കിടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പ്രക്ഷോഭമായിട്ടൊന്നും അവരെ നേരെ ഇങ്ങനെ ചൂടായി സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. രേണുസുതി ചെയ്യുന്ന അതേ തരത്തിലുള്ള വീഡിയോകൾ ഞങ്ങൾ സഹിക്കുന്ന മാതിരിയാണ് ഇവരും രേണുസുതിയുടെ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ ഞങ്ങളും ഇവരെ സഹിക്കുന്നത്. ഇതൊരു തമാശയായിട്ട് കണ്ടാൽ ഒരു ഫണ്ണി ആയിട്ട് കാണുക, അത്രയേ ഉള്ളൂ. കാരണം നിങ്ങളും കോപ്പിയൊക്കെ ആണല്ലോ ചെയ്യുന്നത്, അതുപോലെ രേണുസുതിയുടെ വീഡിയോ എടുത്ത് അവരും കോപ്പി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് കണ്ടിട്ട് അവർക്ക് ജോലിയില്ലേ, അവർക്ക് എന്ത് ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പം എനിക്ക് ചോദിക്കാനുള്ള, രേണുസുതിക്കും ജോലിയൊന്നുമില്ലേ? രേണുസുതി വീഡിയോ ചെയ്യുന്നത് രേണുസുതിക്ക് വേണ്ടിയിട്ടല്ലേ, ജീവിക്കാനായിട്ടല്ലേ? അതുപോലെ അവരും എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കൊണ്ടായിരിക്കാം അവരും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ രേണുസുതിയുടെ വീഡിയോ എടുത്ത് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം രേണുസുതിയുടെ വീഡിയോസൊക്കെ ഞങ്ങളും സഹിക്കുന്നുണ്ട്, ഒരുപാട് ഈ കോപ്രായങ്ങളൊക്കെ ഞങ്ങൾ സഹിക്കുന്നുണ്ട്. അതുപോലെ അവരും വീഡിയോ ഒക്കെ എടുത്ത് രേണുസുതിയുടെ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുന്നു, അതും ഞങ്ങൾ കണ്ടു സഹിക്കുന്നു, തമാശയായിട്ട് കാണുന്നു, ഫണ്ണിയായിട്ട് കാണുന്നു. അത് ഫണ്ണിയായിട്ട് കണ്ട് അതിനെ അങ്ങനെ അങ്ങ് വിടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെ അതെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ അടുത്ത് രൂക്ഷമായിട്ട് സംസാരിക്കേണ്ട ആവശ്യകതയുണ്ടോ? എനിക്ക് തോന്നില്ല എന്നുള്ളത്. കാരണം പലരുടെയും കോപ്രായങ്ങൾ നമ്മൾ കണ്ട് രസിച്ച് ചിലത് ഇഷ്ടപ്പെടാതെയും എന്നിട്ടും നമ്മൾ കണ്ട് സഹിക്കുന്നു. അതുപോലെയൊക്കെ തന്നെയാണ് ഇത്. രേണുസുതിൻ്റെ വീഡിയോ അവരും എടുത്ത് ചെയ്യുന്നു അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. രേണുസുതി മറ്റുള്ള വീഡിയോകൾ ഇപ്പം ഹരികൃഷ്ണൻ്റെ വീഡിയോ ജൂഹി ചാവള എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ചെയ്തില്ല, അതേപോലെയാണ് രേണുസുതിയുടെ വീഡിയോ ഇവരും എടുത്ത് ചെയ്യുന്നത്. അതുപോലെ കണ്ടാൽ പോരെ? അതിന് ഇത്ര രൂക്ഷമായിട്ട് കലിതുള്ളി ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ രോഷം കൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ? ടേക്ക് ഇറ്റ് ഈസി, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് കാണുക, അതല്ലേ ശരി? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞത് വളരെ സത്യമായ കാര്യങ്ങളല്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞ തെറ്റെല്ലാം തോന്നുന്നു, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആരെക്കുറിച്ച് വീഡിയോ ചെയ്താലും അതിൽ വലിയ രൂക്ഷമായിട്ട് ശക്തമായിട്ട് ഒന്നും ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം അനുകരണങ്ങളാണ്, അത്ര ആയിട്ട് കാണുക. അതൊരു സന്തോഷത്തിനും ഒരു ഫണ്ണി തിങ്സിനും അതൊക്കെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ കണ്ട് അതിനെ അങ്ങനെ വിലയിരുത്തി ആ ലെവലിൽ വിടുക. ഓക്കെ, അപ്പം ഞാൻ ഇത് പറയാനായിട്ടാണ്